ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റെസിപ്പീസ് വേൾഡ്. എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ചൂട് വെയിലത്ത് നിന്നെല്ലാം കയറി വരുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ല തണുത്ത തണ്ണിമത്തൻ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു വെറൈറ്റി തണ്ണിമത്തൻ ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, നമ്മുടെ റെസിപ്പീസ് വേൾഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് തണ്ണിമത്തൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല മധുരമുള്ള തണ്ണിമത്തനാണ്. അപ്പോൾ ചെറുതായി നുറുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം. 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ലാസ്റ്റ് വരെ ഞാൻ 2-3 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് പ്രസൻറ്റേഷനിൽ. അതുകൂടി ഒന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ആദ്യം ഞാൻ പഞ്ചസാര ചേർത്തു, 2 ടേബിൾ സ്പൂൺ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടിയാണ്. ഒരു പകുതി പച്ചമുളക് ചേർക്കുന്നുണ്ട്. നമ്മുടെ കുലുക്കി സർബത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, നേരിയൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു പകുതി പച്ചമുളക്. ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ മിക്സിയിൽ അരിച്ചെടുക്കുകയാണ്. അരിച്ചതിന് ശേഷം ഞാനിവിടെ ഇതിലേക്ക് നറുനീണ്ടി സർബത്ത് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്രസൻറ്റ് ചെയ്യാം. അതിനുവേണ്ടി ചെറുതാക്കി അരിഞ്ഞ തണ്ണിമത്തൻ ആദ്യം തന്നെ ഗ്ലാസ്സിലേക്ക് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജ്യൂസിൻ്റെ കൂടെ കുറച്ച് കടിക്കാൻ കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് നമ്മൾ അരിച്ചെടുത്ത തണ്ണിമത്തൻ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ഗ്ലാസ് കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർക്കുന്നുണ്ട്. അതായത് നമ്മൾ കുറച്ച് പ്ലെയിൻ സോഡ, ഒരു 1/4 കപ്പ് പ്ലെയിൻ സോഡയും കൂടി ഈ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു മെലൺ സ്കൂപ്പർ വെച്ച് 2-3 മെലൺസ് സ്കൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു തണ്ണിമത്തൻ ജ്യൂസാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോസ് ഏതെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. റെസിപ്പീസ് എല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രം റെസിപ്പീസ് വേൾഡ്. താങ്ക് യു.